ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇത് കാത്തിരിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ അങ്ങനെയുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചവറ് പോലെ വരെയാണ്. ഒരാൾ ഡയലോഗ് പറഞ്ഞ പോലെ ചവറ് പോലെ അറഞ്ചം പുറഞ്ചം ലൈൻ കിടക്കാണില്ല. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഈ ലൈനൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നാളെ ഒരു ദിവസം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വര സഹിക്കുക. ഓക്കെ, നമുക്ക് ശനിയാഴ്ച ഇത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പുതിയ വരകൾ വരയ്ക്കണം. ഓക്കെ, പുതിയ പുതിയ ലെവലുകളും അസിസ്റ്റൻസുകളും ഒക്കെ നമുക്ക് കൂലങ്കഷമായിട്ട് നമുക്ക് ചിന്തിച്ച് തപ്പിയെടുക്കണം. അപ്പോൾ തൽക്കാലം നിങ്ങൾ 1-2 ദിവസത്തേക്ക് എന്ത് ചെയ്യണം, ഇതങ്ങോട്ട് സഹിക്കുക. ഓക്കെ, അറഞ്ചം പുറഞ്ഞക്കാരൊക്കെ തൽക്കാലം ക്ഷമിക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇപ്പം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്? ഇപ്പം മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് പെർഫോമൻസാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാഴ്ചവെക്കുന്നത് അല്ലേ. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പോക്കാണ് ഗിഫ്റ്റ് നിഫ്റ്റി പോയേക്കുന്നത്. ഏകദേശം 26,341 മാർക്കറ്റ് ഇപ്പം ഹൈ പോയേക്കുന്നത്. ഇപ്പം നിലവിൽ ഓടുന്ന ഏകദേശം 26,268. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 868 868 പോയിട്ട് 32, 132, പിന്നെ 132, 268. ഏകദേശം 400 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് നിഫ്റ്റിയും ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിൽ. അപ്പോൾ ഏകദേശം ഒരു 350 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പാണ് നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 300 നമുക്ക് നിഫ്റ്റി നിഫ്റ്റി നോക്കാം, എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാമല്ലോ. അതായത് നോക്ക്, 346 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പപ്പാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിലവിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കാര്യം പറയാം. നാളെ 300 പോയിൻറ്റിന് മുകളിൽ, ക്ലിയറായിട്ട് നിങ്ങൾ കേൾക്കണം, 300 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പപ്പ് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 868. അപ്പോൾ 868 പോയിട്ട് 130, 100, 230, 100, 330, 216. അതാ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. ഈ 216 216 ആകുമ്പോൾ 216, 100, 316, 30, 350 പോയിൻ്റ്. ഓക്കെ, ഏകദേശം 350 പോയിൻ്റ് അടുത്തുണ്ട് ഈ 216 എന്ന ലൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? 300-ന് മുകളിൽ ഗ്യാപ്പപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് ഇറങ്ങി വരും, യാതൊരു സംശയവും ഇല്ല അതിന്. ഓക്കെ, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 300 പോയിൻറ്റിന് മുകളിൽ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും ഓപ്പൺ ചെയ്ത അവിടെ തന്നെ താഴോട്ട് ഇറങ്ങി വരും. കാരണം അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അല്ല 200-നും 250-നും ഇടയ്ക്കാണ് ഗ്യാപ്പപ്പ്, ഏകദേശം 200-നും 250-നും ഇടയ്ക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ ശരിക്കും സസൂക്ഷ്മം വാച്ച് ചെയ്യണം. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. ഓക്കെ, എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, സസൂക്ഷ്മം വീക്ഷിക്കണം. മാർക്കറ്റിൻ്റെ ഗതി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകാൻ വെമ്പുന്നത് എന്ന് നമ്മൾ നോക്കണം. അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് നാളെ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഭയങ്കര ജഹബോഹയായിരിക്കും. ഓക്കെ, നിലവിൽ ഇപ്പോൾ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ഓടുന്നത്. ഓക്കെ, ഡൗ ജോൺസ് ഏകദേശം 183 പോയിൻറ്റ് നെഗറ്റീവിലും, നാസ്ഡാക്ക് ഏകദേശം 153 പോയിൻറ്റ് നെഗറ്റീവിലുമാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ ധാരാളം ന്യൂസുകളുണ്ട്. ഓക്കെ, അപ്പം ഇത് പറയുന്നതിന് മുന്നേ ഇത് ഇത്രയും ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് പറയാം. അപ്പം നാളെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. 216-ന് മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ട് നോക്കുക. അതിന് സാധ്യത തുലവും കുറവാണ്. ഓക്കെ, 216 മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഞാൻ പറയുന്നു, 216-ന് അടുത്തടുപ്പിച്ച് നമുക്ക് ഓപ്പണിങ് കിട്ടിയാൽ, ഇതിനടുത്തടുപ്പിച്ച് ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 26 സൈക്കോളജി സപ്പോർട്ടാണ്. 26,100 അല്ല 26,0 പോകുന്നത്. 200 പോയിൻറ്റും താഴോട്ട് ഇറങ്ങി വരത്തില്ല. എങ്കിലും ഈ 833-ൽ ക്ലോസ് ചെയ്തപ്പം 200 എന്ന് പറയുന്നത് ഏകദേശം 160 പോയിൻ്റാണ്. 833
അല്ല 868 ക്ലോസ് ചെയ്യുമ്പം 226,000 മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 150 പോയിൻ്റ് അടുത്ത് വരും. അത് വേണ്ട, നമുക്കൊരു ഈ സൈക്കോളജി സപ്പോർട്ട് 26,100 കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. അവിടെ നമുക്കൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ 100 വരയ്ക്കുന്നത്, അല്ല വേറെ ഒന്നിനു വേണ്ടിയല്ല. ഈ 100 ഞാനിവിടെ വരച്ചിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 100 കൂടെ സൈക്കോളജി സപ്പോർട്ടായിട്ട് നിങ്ങൾ സൈക്കോളജിക്കൽ ഒരു നമ്പറായിട്ട് നിങ്ങൾ നോക്കുക. അപ്പം ഈ ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു? 216 അടുപ്പിച്ച് നിങ്ങൾക്ക് ഓപ്പണിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. അങ്ങനെ 26,100 സപ്പോർട്ട് എടുക്കാമെന്ന് നോക്കുക. അല്ല, അതും പൊട്ടിച്ച് താഴെ പോവുകയാണെങ്കിൽ അകത്ത് 26,014. അല്ല, ഇതിനിടയിൽ അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ ഇതിനിടയിൽ ആ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഈ 26,100നും 26,014 ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകും. ഓക്കെ, ഇവിടുന്ന് എങ്ങോട്ട്, മുകളിലോട്ടെങ്കിൽ മുകളിലോട്ട്, അല്ല ഇതെങ്കിൽ താഴോട്ട്, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകും. അല്ല, ഇതിനും ഇവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇവിടെ അടുപ്പിച്ചാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നേരെ താഴോട്ട് ഇറങ്ങുന്നത് ഈ 26,100 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ അന്നേരത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം നിങ്ങൾ നോക്കുക. നിങ്ങൾ കയ്യിലുള്ളവർ എത്രയായാലും കയ്യിൽ രാവിലെ AM പോയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിത് കൊടുത്ത് ഉള്ള പൈസ ലാഭം പോക്കറ്റിലിടാൻ ശ്രമിക്കുക. ഇതാരും സ്ട്രാറ്റജി പ്രകാരം ചെയ്യുന്നതല്ല, നിങ്ങൾ ലോട്ടറി വെച്ച് കളിച്ചാണ്. ആ ലോട്ടറി ഇന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. ആ അടിച്ച ലോട്ടറി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ രാവിലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തിൻ്റെ പുറത്താണ് ഇപ്പോൾ മാർക്കറ്റിൽ പറക്കുന്നത്? ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ തമ്മിൽ ധാരണയായി. ഓക്കെ, നമ്മുടെ താരിഫിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയായി. ഓക്കെ, നമ്മൾ അവരുടെ നിന്ന് ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതുപോലെ തന്നെ അവരുടെ പിന്നെ സോയാബീനും അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ, അതായത് ചീസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കാൻ തയ്യാറാകുന്നു. ഇന്ത്യക്കാർക്ക് ഹാംഫുൾ അല്ലാത്ത പിന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കും എന്ന് ഇന്ത്യ സമ്മതിച്ചു എന്നൊരു ശ്രുതി പരന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇന്ത്യ ഇതിനെപ്പറ്റി യാതൊരു സ്റ്റേറ്റ്മെൻറ്റും ഇറക്കിയിട്ടില്ല. കാരണം ഈ സമയത്ത് അങ്ങനെ ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ അത് കേന്ദ്ര സർക്കാരിനെ നന്നായിട്ട് ബാധിക്കും. അവരുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സെറ്റപ്പായിട്ട് വരും. കാരണം ബീഹാർ ഇലക്ഷൻ വരികയാണ്. അപ്പം ബീഹാറിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യാദവരാണ് കൂടുതൽ. അതായത് പശുക്കളെ കൊണ്ട് ഉപജീവനം ഗോക്കളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് ബീഹാറിലുള്ളവർ. അപ്പം അവരുടെ പിന്നെ വയറ്റ് തടിക്കുന്ന പണിയാണ് എന്താണ്? ഈ പാലുൽപ്പന്നങ്ങൾ ഇറക്കുമതിക്ക് അനുവദിക്കുന്നത്. അതായത് ചീസും മറ്റു ഉൽപ്പന്നങ്ങളും ഇറക്കുമതി അനുവദിക്കുന്നത് അവരുടെ വയറ്റ് തടിക്കുന്ന തുല്യമാണ്. അത് വലിയൊരു കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ എതിർകക്ഷികൾ അത് മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് നരേന്ദ്രമോദി സർക്കാർ അത് നിലവിൽ ഇപ്പോൾ ഉടനെ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഇലക്ഷൻ വരെ തള്ളിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ മാർക്കറ്റ് പറക്കുന്നത്. അപ്പം ട്രംപ് ഇനി എന്തൊക്കെയാണ് ഡയലോഗ് പറയുന്നത്, നരേന്ദ്രമോദി എന്താണ് ഇതിന് ഒരു ബദലായിട്ടൊരു ഒരു റിപ്ലൈ പറയുന്നത് നമുക്കറിയത്തില്ല. അവരിങ്ങനെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ അവർ ഒഫീഷ്യൽസും പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു ധാരണയായി എന്ന് അവിടെ ഇവിടെയൊക്കെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇതിലൂടെ ആരും ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ കമൻറ്റ് എങ്ങനെയാണ് വരുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ഫർദർ റാലി. ഇപ്പം നിലവിൽ ഈ കേൾക്കുന്ന ന്യൂസിനെ മാർക്കറ്റ് വിശ്വസിച്ചാണ് ഇപ്പോൾ ഈ മേലോട്ട് പോയേക്കുന്നത്. ഇനി നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം നിഫ്റ്റിയുടെ തനിക്കോണം. ഓക്കെ, ഇപ്പം നിലവിൽ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നെഗറ്റീവ്സാണ് കാണുന്നത്. ഓൺലി UK മാത്രമാണ് പോസിറ്റീവ്. ഇതാ നോക്കിയാൽ ഡൗ ജോൺസ് 173, ബാക്കി അവരെല്ലാവരും നെഗറ്റീവിലാണ്. വിക്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡാക്സ് ജർമ്മനി 172 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മാത്രമുണ്ട്, UK മാത്രമുണ്ട് 88 പോയിൻറ്റ് 0.93% പോസിറ്റീവ്. ബാക്കി കാനഡയും ബാക്കിയുള്ളവരെല്ലാം എന്താണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ADR നോക്കാം. നമ്മുടെ ADR എന്താ സംഭവിച്ചേക്കുന്നത് നോക്കാം. ADRനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പ്രശ്നങ്ങളാണല്ലോ. സോറി ADR നോക്കി കഴിഞ്ഞാൽ ഇൻഫി പോസിറ്റീവാണ്, വിപ്രോ പോസിറ്റീവാണ്, ICICI ബാങ്ക് 1.58,
HDFC 1.91. അപ്പോൾ എല്ലാവരും പോസിറ്റീവാണ്. അപ്പം ഇതിൻ്റെ ചുവട് പിടിച്ചായിരിക്കും നാളെ നമ്മുടെ മാർക്കറ്റും ഓടാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഓടും എന്നുള്ളത് മാത്രമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. നിലവിൽ കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്. പക്ഷേങ്കിൽ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ, ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ബേസിലാണ് ഇപ്പോൾ ഈ കിടന്ന് കളി മുഴുവൻ കളിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി വിശ്വസിച്ചാണ് നമ്മളിപ്പോൾ മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ കിടന്നുറങ്ങുന്നത്. രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പം എത്ര പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാനിപ്പം ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻ്റെ വാക്കുകളിൽ ഒരു നെടിലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഫാക്റ്റാണ് പറയുന്നത്. നിങ്ങളിതിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്നോ എന്നോ ഒന്നും പറയുന്നില്ല. ഞാനിതിൻ്റെ ഫാക്റ്റാണ് പറയുന്നത്. ഇതാണ് സംഭവം. ഓക്കെ, ഇതിനെ മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഫർദർ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ ഈ കാര്യം പറഞ്ഞു. ഈ കാര്യം സർക്കാർ ഇപ്പോൾ സമ്മതിച്ചാൽ ഇത് സർക്കാരിനൊരു രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബീഹാർ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇതിനൊരു അനുകൂല മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് അണ്ണൻ എന്താണ് പറയുന്നത് അറിയത്തില്ല. പ്രതികൂലിച്ച് കഴിഞ്ഞാൽ, അനുകൂല മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ബീഹാറിൽ നിന്നുള്ള എതിർപ്പുണ്ടാകും, രാഷ്ട്രീയ ഭാവി നശിക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ പ്രതികൂലിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അണ്ണൻ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഇതിൻ്റെ കൂടെ തന്നെ പുള്ളി ഒരു ഡയലോഗ് കുറേ ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ഹിസ് പൊളിറ്റിക്കൽ കരിയർ എന്നൊരു ഡയലോഗ് കൂടെ പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കംപ്ലീറ്റ് ജഹബോഹയാണ്. എങ്കിലും നമുക്കെപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം. മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ 26,216 നമ്മുടെ അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ആ 216 അടുത്ത നാൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു. ഓക്കെ, ഇല്ല അവിടം വരെ വന്നില്ല, 26,100 താഴെയാണ് ഓപ്പണിംഗ് എന്നെങ്കിൽ 26,100 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമോ, അതോ 26,014 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമോ നോക്കുക. ആ വഴിക്കോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് കൃത്യമായിട്ടൊരു സമ്മറി എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഗോൾഡ് നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. അതിനെപ്പറ്റി ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. ബാങ്ക് നിഫ്റ്റി കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നാളെ, അപ്പോൾ ഈ പറയുന്ന 300 പോയിൻ്റ് ഗ്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ ഏകദേശം ബാങ്ക് നിഫ്റ്റിയും ഈ 300 പോയിൻറ്റിനെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 പോയിൻ്റെങ്കിലും ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യേണ്ട സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ HDFCയുടെ നില വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 പോയിൻറ്റിന് മുകളിൽ തന്നെ ബാക്കി HDFCയും ICICIയുടെയൊക്കെ നില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 പോയിൻറ്റിന് മുകളിൽ നമുക്കൊരു ഗ്യാപ്പപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം നിലവിൽ 57,908 ആണെന്നുണ്ടെങ്കിൽ 58,688 ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 58,688 എന്ന് പറയുമ്പോൾ ഏകദേശം 600 പോയിൻറ്റിനടുത്തായി മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 58,688. അപ്പോൾ ഒരു 700 പോയിൻറ്റിനടുത്തുണ്ട് ഈ വര. ഓക്കെ, അപ്പോൾ ഈ വര നിങ്ങൾ വളരെ ക്രൂഷ്യലായിട്ട് ശ്രദ്ധിക്കുക. ഈ വരയിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് മുകളിലോട്ടോ താഴോട്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി തൽക്കാലം നാളത്തേക്ക്. അതിനുശേഷം ബാക്കി കാര്യം ചിന്തിക്കാം. എന്തായാലും വീക്കെൻഡിൽ നമ്മൾ ഈ വരകൾ മുഴുവൻ കളയും. മുഴുവൻ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് നമ്മളെല്ലാം കൂലങ്കഷമായിട്ട് നമ്മൾ ചിന്തിച്ച് വൃത്തിയായിട്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം 205 359. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിന് ഒരു 200 പോയിൻറ്റിന് ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ മിഡ് ക്യാപ്പ് നമ്മൾ നോക്കുന്നത് 13,359. ഈ 13,359 മുകളോട്ടോ താഴോട്ടോ ഈ കളർ ഞാൻ മാറ്റാമേ. ഈ കളർ ഞാൻ മാറ്റി വേറൊരു കളറാക്കാം. ഓക്കെ, ഈ 13,359 നോക്കുക. ഇത് നിലനിർത്തിയെങ്കിൽ മുകളിലോട്ട് തന്നെ പോകും. അല്ല ഇത് മുകളിൽ ഇവിടെ ഇതിനിടയ്ക്ക് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടിൽ തിരിച്ചു പോകുമെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ലെവലുകൾ കൃത്യമായിട്ട് എല്ലാം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. ഇതാണ് ഒരു സമ്മറി. ഒത്തിരി പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ബാക്കി നമുക്ക് രാവിലെ ഞാൻ വോയിസ് നോട്ടായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഓടി അലച്ച് വന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.